കശ്മീരിലെ ഈ തണുപ്പത്ത് ഈ വെളുപ്പാങ്കാലത്ത് മൂടി പൊതിച്ച് കിടന്നുറങ്ങാനായിരിക്കും എല്ലാവർക്കും താല്പര്യം. പക്ഷെ നമ്മൾ വന്നത് അതിനല്ലല്ലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി കശ്മീരിൽ അരമണിക്കൂർ മാത്രം ഓപ്പൺ ആവുന്ന ഫ്ലോട്ടിംഗ് മാർക്കറ്റും അത് കഴിഞ്ഞൊരു ഹരീസയും കഴിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ ദാൽ ലേക്കിലെത്തി. നോർമലി ഈ സമയത്ത് അധികം ശിക്കാരങ്ങളൊന്നും ഉണ്ടാവാറില്ല. നമ്മൾ ആദ്യമേ വിളിച്ച് പറഞ്ഞത് കാരണം മുന്നാബായി നമുക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ നമ്മൾ ശിക്കാരെടുത്ത് നേരെ ഫ്ലോട്ടിംഗ് വില്ലേജിലേക്ക് പോവുകയാണ്. സമയം മാറി കഴിഞ്ഞു, നേരം വെളുത്തിട്ടില്ല. അങ്ങനെ ഈ ചെറിയ വെളിച്ചത്തിൽ ദാൽ ലേക്കിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഫ്ലോട്ടിംഗ് വില്ലേജ് ലക്ഷ്യമാക്കി ഞങ്ങൾ അങ്ങനെ പോവുകയാണ്. നേരത്തെ എത്തിയോണ്ടാവും അധികം ആളുകളൊന്നും എത്തിയിട്ടില്ല. അങ്ങനെ നേരം വെളുത്തു, പല പല ആളുകളായി എത്തി തുടങ്ങി. പച്ചക്കറികൾ, പഴം, പല വ്യഞ്ജനങ്ങൾ, റൊട്ടി തുടങ്ങി കശ്മീരിലെ സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുള്ള ശിക്കാരക്കാർ എത്തി തുടങ്ങി. യാത്രക്കാരെ ലക്ഷ്യം വെച്ചുള്ള ജ്വല്ലറി വിൽക്കുന്നവരും ഫേമസ് കശ്മീരി കാവ് വിൽക്കുന്നവരും മറ്റൊരു കാഴ്ച തന്നെയാണ്. വിന്റർ ആയതുകൊണ്ടാണ് ആളിത്ര കുറവ്. കശ്മീരിലെ വിളവെടുപ്പ് കാലമായിട്ടുള്ള സമ്മറിൽ ഇതിലേറെ തിരക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ മനോഹരമായിട്ടുള്ള ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. നല്ല തണുപ്പാണ്. തണുപ്പിനെ അതിജീവിക്കാൻ കശ്മീരികൾ കഴിക്കുന്ന ഹരീസ ഒന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ പോയത് ഫേമസ് ആയിട്ടുള്ള ദിൽഷാദ് റെസ്റ്റോറൻറ്റിലേക്കാണ്. മട്ടൻ ഇടിച്ചിടിച്ച് പേസ്റ്റ് പോലെ ആക്കിയിട്ടുള്ള ഹരീസ ഈ തണുപ്പത്ത് ഒരു റൊട്ടിയും കൂട്ടി കഴിക്കുന്നത് ഒരു വല്ലാത്ത അനുഭവമാണ്. അതിൻ്റെ കൂടെ ഒരു നമക് ചായ കൂടെ ആയാൽ കേമോ. കശ്മീരിൽ വന്നാൽ ആരും ഇതൊന്നും മിസ്സാക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. ഓക്കെ, ബൈ.